എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ചുണ്ടങ്ങ കണ്ടിട്ടുണ്ടോ? ചുണ്ടങ്ങ എന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ചുണ്ടങ്ങ എന്നാ പറയാ. ഇത് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കും. ആ കൊണ്ടാട്ടം കൊണ്ട് നമുക്ക് വത്തക്കുഴമ്പൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാന് അന്നേക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊന്ന് പൊട്ടിച്ചു ഇങ്ങനെ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചിട്ട് വെള്ളത്തിലിടാം. എന്നിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിലാ കുരു സാധനങ്ങളൊക്കെ പൊക്കോളും. അപ്പോൾ അതിന് കയ്പ്പ് സ്വാദം ഉണ്ടാവില്ല. അത് കളഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ കയ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ചുണ്ടങ്ങ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സവാള ഉണ്ട്. കൂടെ തന്നെ കുറച്ച് നാളികേര പൊട്ട്. കറിവേപ്പില അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഞാൻ പതുക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ചീത്ത പറയണം. അങ്ങനെ മഞ്ഞൾപ്പൊടി, ഇത് തന്നെ ചെറുപയർ പരിപ്പില്ലേ, നമ്മൾ പായസം വെക്കുന്ന പരിപ്പ്, അതിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നാളികേരമൊക്കെ അരച്ചിട്ട് ഒരു എരിശ്ശേരി പോലെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അതിന് കൂട്ടെന്ന് പറയും. ചിറ്റെപ്പോഴും ഉണ്ടാകും. പക്ഷെ അന്ന് എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. ചിറ്റ എന്താ, അതിന്റെ അരി കളയില്ല, അതിൻ്റെ ഉള്ളിലൊരു അരിയില്ല. അത് പോയാലാണ് കയ്പില്ലാണ്ടിരിക്കുള്ളൂ. അരി ഉള്ളപ്പോൾ കയ്പുണ്ടാവും. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. മുളക് ചതച്ചതിട്ടാലും നല്ലതാട്ടോ. പക്ഷെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. കണ്ണക്കിന് അത്ര എരിവൊന്നും വേണ്ടല്ലോ. എൻ്റെ ഒരു സമാധാനത്തിന് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച സാധനം ചേർക്കാം. ഇത് 2-3 ദിവസമായിട്ട് പറിച്ചെടുത്തതാണ്. ഉണ്ടാക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഈ പറിച്ചെടുക്കണത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചതിന് കുറച്ച് കളർ വ്യത്യാസം വന്നു. എല്ലാം ചേർത്ത് മിക്സ് ചെയ്തു. ഇത് വേവണം അല്ലേ? എവിടെ പോവാ? ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അത്രേ ഉള്ളൂ. ഇതിവിടെ കിടന്ന് അതൊക്കെ വെന്ത് വരണം. വേവട്ടെ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ. ഉള്ളി മുളകിന് ചതച്ചിടുന്നത് നല്ലതാ. പക്ഷെ ഇവിടെ എന്താണോ അങ്ങനെ, അതാകുമ്പോ എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ റിസ്കിന് നിൽക്കാറില്ല. ചെറിയ കുഞ്ഞി കയ്പുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇവിടത്തെ തരുണിമണിയൊന്നും ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല. ഞാനില്ല കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ശരീരത്തിന് നല്ലതാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാവട്ടെ. നമ്മൾ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പൊ ഒരു നാടൻ വിഭവല്ലേ, ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതാ. അപ്പോ നമ്മുടെ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.